മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് റീച്ച് വെച്ച സമരത്തിന് നേതൃത്വം നൽകിയ നേമം ഷജീർ, യൂത്ത് കോൺഗ്രസ് നേതാവ്, ഒപ്പം തന്നെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി P. സഞ്ജീവ്, KGM-CTA പ്രതിനിധി റോസ്നാര ബീഗം എന്നിവരാണ് ചേരുന്നത്. ആദ്യം റോസ്നാര ബീഗം, താങ്കൾക്ക് തിരക്കുണ്ട്, അതുകൊണ്ട് തന്നെ താങ്കളിലേക്കാണ് ആദ്യ ചോദ്യം എത്തുന്നത്. മ്യൂട്ട് മാറ്റിയ ശേഷം ഒന്ന് പ്രതികരിക്കണം. ഈ തിരുവനന്തപുരത്ത് വണ്ടാനത്തെ ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ സേവനമനുഷ്ഠിക്കുന്ന കേൾക്കാം തിരുവനന്തപുരത്താണ് ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത്. കുറ്റാരോപിതയായിട്ടുള്ള ഡോക്ടർ ഷാഹിദ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക്, ഞങ്ങളുൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ ഈ കുറ്റസമ്മതം നടത്തുന്നുണ്ട്. ഇത് ഏറ്റുപറയുകയും ഇതൊരു ഗുരുതരമായ പ്രശ്നമാണെന്ന് അവർ തന്നെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിന് പിന്നാലെ നടപടിയല്ലാതെ പിന്നെ മറ്റൊന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ശ്രീ റോസ്നാര ബീഗം. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഷാഹിദ മാഡം പറഞ്ഞത് ശരിയായാലും മാഡത്തിന്റെ ചെയ്ത ഒരു കേസാണ്. ആ കേസിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ അത് മാഡം പരസ്യമായി അത് പറഞ്ഞതിൽ ഞാൻ മാഡത്തിനോടൊപ്പമാണ് നിൽക്കുന്നത്. പക്ഷെ അവിടെയും ഈ കേസ് നടന്നത് എന്നാണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക. കോവിഡിന്റെ പീക്ക് നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് വളരെയധികം കോവിഡ് രോഗികൾ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലേക്ക് തള്ളിക്കയറി വന്നുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഈ ഒരു സർജറി നടന്നിരിക്കുന്നത്. അപ്പൊ അന്ന് സ്വാഭാവികമായും എമർജൻസി നേച്ചറുള്ള സർജറികൾ മാത്രമായിരുന്നു നോൺ കോവിഡ് കേസസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ സർജറി ചെയ്യുമ്പോൾ പോലും PPE കിറ്റും ബാക്കിയുള്ള പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സും എല്ലാം ധരിച്ചതിന് ശേഷമാണ് സർജറി ചെയ്യുക. അപ്പോൾ ഇന്റർനാഷണലി തന്നെ 1%-നും 8%-നും ഇടയിൽ ഇങ്ങനെയുള്ള പിഴവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളത് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ എന്നിരുന്നാലും അത് സംഭവിക്കാൻ പാടില്ല. ഈ 1% പോലും സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കറക്റ്റീവ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ KGM-CTA എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ തന്നെ നിങ്ങൾ ഇന്ന് നടത്തിയ അല്ലെങ്കിൽ പ്രതികരണം, കാരണം വളരെ ഗുരുതരമായിട്ടൊരു അന്തരീക്ഷം, ആരോഗ്യവകുപ്പ് മുഴുവൻ അടിമുടി ഒരു വികൃതമാകുന്ന അവസ്ഥയിലേക്ക് പോയ ഒരു നടപടിയാണ്. ആ നടപടിയിൽ ഈ സർക്കാരിനെ സംബന്ധിച്ചും ചെയ്യാൻ കഴിയുന്ന ഒരു പോംവഴി ഇതാണ്, ഒരു നടപടി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ KGM-CTA ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് വിരട്ടലിൻ്റെ അല്ലെങ്കിൽ സമ്മർദ്ദത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ സർക്കാരിനെ ഒന്ന് ഭയപ്പെടുത്താൻ എന്ന നിലയിലേക്ക് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ഈ ശരിക്കും എല്ലാവരും ആലോചിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ആരോഗ്യരംഗം എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ ആക്കരുത്. അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും അതിൽ പൊളിറ്റിക്സ് നിങ്ങൾ കാണാതിരിക്കും. നിങ്ങൾ പൊളിറ്റിക്സ് കാണാതെ ഇവിടെ എന്താണ് ഇഷ്യൂ ഉള്ളത് അത് അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ വേണ്ടത്. അല്ലാതെ ഇവിടെ ഞങ്ങൾ ആരെയും വിരട്ടാനോ അല്ലെങ്കിൽ ഭരണം ഇല്ലാതെയാക്കാനോ ഒന്നുമല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ അത് ഇന്നലെ അല്ലല്ലോ, ഇതിനു മുന്നേയും എത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതാണ്. ഇത് പുതിയ കാര്യമല്ല. ഇന്നിപ്പോ അവിടെയാണ് ഡോക്ടർ പ്രശ്നം. അതായത് ഈ സിസ്റ്റത്തെ അതിന് അനുബന്ധമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ട ബാധ്യത അത് സ്റ്റേറ്റിന്റെ ബാധ്യതയാണ്, പ്രൈമറി ബാധ്യത, അതായത് സംവിധാനം ഏർപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ അവിടെ അവരൊരു കറക്റ്റീവ് മെഷേഴ്സിലേക്ക്, വിലയിരുത്തപ്പെടലിലേക്ക് പോകേണ്ടതാണ്. അത് ജനങ്ങൾ കൊടുത്തുകൊള്ളും ബാക്കി എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് അവരെ കുറിച്ച് നിർണ്ണയിക്കുകയൊക്കെ ചെയ്യുക. 5 വർഷം കൂടുമ്പോൾ ഒരു സർക്കാർ വരുന്നതാണ്. പക്ഷേ നിങ്ങളിത് കൈകാര്യം ചെയ്യുന്ന സിസ്റ്റം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഉത്തരവാദിത്വം പ്രാഥമികമായിട്ട് തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം വരുന്നത് ഈ വകുപ്പ് മേധാവിക്കും കൈകാര്യം ചെയ്ത ഡോക്ടർക്കുമൊക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് നീങ്ങുമ്പോൾ ഈ പെട്ടെന്ന് തന്നെ ഒരു ശാസന രൂപത്തിലൊക്കെയുള്ള ഈ പ്രസ്താവനകൾ അതൊക്കെ അരോചകമല്ലേ? അത് ഈ സത്യം തുറന്നു പറയുന്നത് എപ്പോഴും അരോചകമാകുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ പറഞ്ഞത് എന്താണ്? കൃത്യമായ ഒരു അന്വേഷണം നടത്തി നിങ്ങൾ നടപടിയെടുക്കൂ. അല്ലാതെ ഉടനടി ഒരാളെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ല ഇതിന് പരിഹാരം. അതുകൊണ്ട് ഈ സസ്പെൻഷനോട് കൂടി ഇത് തീരാനും പാടില്ല. കാരണം ഇതിലെ പ്രശ്നങ്ങൾ, ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായി അന്വേഷിച്ച് അതിൽ നടപടിയെടുക്കണം. എന്താണ് അവിടെ കറക്റ്റ് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ ഇത് റിപ്പീറ്റ് ചെയ്യാതെ ഇരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇനിയും അടുത്ത വിമർശിക്കുകയല്ല. പക്ഷെ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഈ നെടുമങ്ങാട് ആശുപത്രിയിലെ കൈക്കൂലി വാങ്ങിയ ഒരു നവജാത ശിശുവിന്റെ മരണത്തിന് ഇടയാക്കിയ ഒരു ഡോക്ടർക്കെതിരെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടിയാണ്. കാരണം DMEയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയാണ് കൈക്കൊണ്ടത്. ആ നടപടിക്ക് ശേഷം KGMOയെ ചെയ്തതെന്താണ്? അവരും സമാന രീതിയിൽ പിറ്റേ ദിവസം 19-ാം തീയതി ഉച്ചയ്ക്ക് ഒരു പ്രസ്താവന അങ്ങ് ഇറക്കുകയാണ്. അതായത് ഒരു ഭീഷണി സ്വരത്തിൽ. അപ്പോൾ ഈ സംഘടനകളൊന്നും വ്യത്യസ്തമല്ല, ഒരേ സ്വരമാണുള്ളത്.
സംഘടനകൾ എപ്പോഴും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കും, പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും ചെയ്യും. അതാണല്ലോ നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ കണ്ടുവരുന്നത്. കേരളത്തിന്റെ പ്രത്യേകതയും അതാണ്. എല്ലാ കാര്യങ്ങളും പൊതുജന സമക്ഷത്തിലേക്ക് എത്തിക്കാൻ സംഘടനകളും മീഡിയയും സർക്കാരും ഒക്കെ തന്നെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുക, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ബെറ്റർ ആക്കി എടുക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. ശരി, വളരെയധികം നന്ദി. റോസ്ന ബീഗം സമരത്തിന്റെ ഭാഗത്ത് ഇരുന്നാണ് സംസാരിച്ചത്, തിരക്കുകൾക്കിടെയാണ്. ശ്രീ നേമം ഷജീർ, ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് കയറി ഗേറ്റ് പൊളിച്ച്, സാധാരണഗതിയിലൊക്കെ സമരങ്ങൾ അതിന് സമയവശത്തേക്കൊക്കെയാണ് നമ്മൾ കണ്ടുള്ളത്. പക്ഷേ അങ്ങനെയുള്ള സമരങ്ങൾ വരുമ്പോൾ അവിടെ ബാരിക്കേഡൊക്കെ ഉണ്ടാകും. അത് മറികടന്ന് പോകാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, കേരളം സമീപകാലങ്ങളിൽ കണ്ടുള്ളത്. ഒരു മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ചാടിക്കയറി റീത്ത് വെച്ചുള്ള സമരം, അതിന് നേതൃത്വം നൽകിയ ആളെന്ന നിലയിൽ ചോദിക്കുകയാണ്, അത് ശരിയായിരുന്നോ? അല്ല, ഈ സമരം നടക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ച് പറയാൻ എനിക്കൊരു സമയം തരണം. കാരണം ഈ സാധാരണ സമരമല്ല എന്ന് പറയുമ്പോഴും കേരളം അസാധാരണമായ ഒരു കാലഘട്ടത്തിലൂടെയല്ലേ കടന്നു പോകുന്നത്. ഇത്രയധികം ചികിത്സാ നിഷേധവും ചികിത്സാ പിഴവും ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഈ ചർച്ച ഇവിടെ ഇരിക്കുമ്പോൾ പോലും പലരുടെ വയറിനുള്ളിലും കത്രികയിരിക്കുകയാണ്, പലരും വേദന സഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഞങ്ങൾ പെട്ടെന്ന് സമരം നടത്തിയ ആളുകളാണോ? ഇവിടെ നമുക്കറിയാം, വിളപ്പിൽ ശാലയിൽ ബിൻഷീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഹൃദയവേദനയുമായി പോയപ്പോൾ ഗേറ്റ് അടച്ചു, ചികിത്സ നിശ്ചയിച്ചു ആളുകളാണ്. അവിടെയൊക്കെ എല്ലാ മര്യാദകളും, സമരത്തിൻ്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് സമരം ചെയ്ത ആളുകളാണ്. പക്ഷേ നിയന്ത്രണം വിട്ട രീതിയിലേക്ക് കേരളത്തിലെ ആരോഗ്യം മുമ്പോട്ട് പോകുകയല്ലേ? എത്ര മനുഷ്യൻ്റെ ജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്? ഹർഷീന 5 വർഷം വേദനയുമായി കടന്നുപോയി. എന്ത് നടപടി ഈ ആരോഗ്യ വകുപ്പ് എടുത്തു? അവിടെ കൊണ്ട് തീർന്നില്ലല്ലോ. പിന്നെ വേണു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച്, അല്ലെങ്കിൽ എൻ്റെ മരണത്തിന് കാരണം ആരോഗ്യ വകുപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യാക്കുറിപ്പ് പോലെ മരണക്കുറിപ്പ് എഴുതി വെച്ച് മരിച്ചില്ലേ? ഈ വിനോദിനി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കുട്ടിയുടെ കൈ നഷ്ടപ്പെട്ടില്ലേ? സുമയ്യയുടെ ഹൃദയത്തിനകത്ത് ഗൈഡ് വെയർ കുടുങ്ങിയില്ലേ? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അവിടെ മന്ത്രി ഇപ്പോൾ ഇന്നില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഒരു സംസ്ഥാന മന്ത്രിക്ക് നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും? ഞങ്ങളുടെ ഇന്നലെ ഇതാദ്യമായിട്ടല്ല ഞങ്ങൾ സമരം ചെയ്യുന്നത്. മന്ത്രി ഇല്ല എന്നുള്ള കൃത്യമായ ധാരണ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നിരുന്ന് ഞാൻ ചോദിക്കട്ടെ, അവിടെ പോലും വളരെ മര്യാദയോടുകൂടി സാമാന്യമായി ഈ പ്രതീകാത്മകമായി നമ്മൾ റീത്ത് വയ്ക്കുകയും അതിനുശേഷം യൂത്ത് കോൺഗ്രസ് വളരെ അച്ചടക്കത്തോടു കൂടി അതിൻ്റെ മുന്നിലിരുന്ന് എത്രയോ മണിക്കൂർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചതാണ്. ഞങ്ങൾക്ക് എന്തെല്ലാം അവിടെ ചെയ്യാമായിരുന്നു. വലിയ ആക്രമണങ്ങൾ അയച്ചു വിട്ടു എന്നാണല്ലോ പറയുന്നത്. ഞങ്ങൾ തന്നെയാണ് സ്വയം ഇത് നിയന്ത്രിച്ചുകൊണ്ട് ആ ഗേറ്റിൻ്റെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് പോലീസ് എത്രയോ മണിക്കൂറുകൾക്ക് ശേഷമാണ് അവിടെ കടന്നു വന്നത്. ഒരു അനിഷ്ട സംഭവം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ രീതിയിലുമുള്ള ഒരു അഗ്രസീവ്നെസ് ഉണ്ടായി എന്നുള്ളത് വസ്തുത തന്നെയാണ്. കാരണം ഈ വിഷയത്തിൻ്റെ തീവ്രത ജനങ്ങൾ മനസ്സിലാക്കണം, ഈ വിഷയത്തിൻ്റെ തീവ്രത അധികാരികൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ഇത്രയധികം സമരങ്ങൾ നടത്തിയിട്ടും ഈ അധികാരികൾ ഒന്നും കണ്ടു പഠിച്ചില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എത്ര വിഷയം ഓരോ ദിവസവും മനുഷ്യന്റെ ജീവൻ താങ്കൾ തന്നെ മന്ത്രിയെ വഴിയിൽ തടയുമെന്നൊരു ആഹ്വാനം നടത്തി കഴിഞ്ഞു. അപ്പോൾ ഒരു രൂക്ഷമായ പ്രതിഷേധ സ്വരത്തിലേക്ക് ഉള്ള ചുവടുവയ്പായിരുന്നു, അതിന്റെ ആദ്യ പടിയായിരുന്നു നമ്മുടെ ഔദ്യോഗിക വസതി എന്നുള്ള തുടക്കം. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ DYFI പോലെ SFI പോലെ വീട്ടിലിരിക്കണമെന്നാണോ പറയുന്നത്? അതല്ലെങ്കിൽ ഈ പറയുന്ന മന്ത്രി ശിവൻകുട്ടിക്ക് ബൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഈ പൂച്ചണ്ട് കൊടുത്ത് അനുമോദനം നടത്തണമെന്നാണോ പറയുന്നത്? ഞങ്ങൾ സ്വാഭാവികമായി പ്രതിപക്ഷത്തിരിക്കുന്ന യുവജന സംഘടനയാണ്. കേരളത്തിൽ അസാധാരണമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും മനുഷ്യജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ കേരളം നടുവഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ഒരു പ്രതിപക്ഷ ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടന എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ DYFI പോലെ SFI പോലെ വീട്ടിലിരിക്കണമെന്നാണ് പറയുന്നത്? കേരളത്തിലെ ജനങ്ങളുടെ വിഷയം ഏറ്റെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? ഞങ്ങൾ വെറുതെ വന്ന് 2 മുദ്രാവാക്യം വിളിച്ച് ഗേറ്റിന് മുന്നിൽ ഇരുന്നിട്ട് പോയാൽ മതിയോ? കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവണ്ടേ? കേരളത്തിലെ അധികാരികൾ ശ്രദ്ധിക്കണ്ടേ? മാധ്യമങ്ങൾ ശ്രദ്ധിക്കണ്ടേ? ഇത് ചർച്ച ചെയ്യപ്പെടണ്ടേ? ഇത് അവരുടെ വീഴ്ചയാണ് എന്ന് ജനങ്ങളെ ചൂണ്ടിക്കാണിക്കണ്ടേ? ഞാൻ പറഞ്ഞതുപോലെ റീത്തല്ല ശരിക്കും വെക്കേണ്ടത്. അവിടെ ശരിക്കും വാഴയാണ് ആരോഗ്യമന്ത്രിയുടെ വസതിക്കകത്ത് വെക്കേണ്ടത്. അത്രമാത്രം നിർവീര്യമായി ഈ മന്ത്രി മുമ്പോട്ട് പോകുകയാണ്. അത്ര ധിക്കാരത്തോടു കൂടി അഹങ്കാരത്തോടു കൂടിയാണ് അവർ സംസാരിക്കുന്നത്. കരിങ്കൊടി പ്രതിഷേധത്തെ മാന്യമായി നടത്തിയ പ്രതിഷേധത്തെ പോലും അവർ അധിക്ഷേപിച്ചില്ലേ കഴിഞ്ഞ ദിവസം? ഞങ്ങൾ അങ്ങനെ അത്തരത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഇവിടെ കരിങ്കൊടി പ്രതിഷേധവും മാർച്ചും ഞങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. DYFIയും SFIയും ഒക്കെ നടത്തി എന്ന് പറയുന്നത് എന്താണ്? സംസ്ഥാന സെക്രട്ടറി തന്നെ പറയട്ടെ. ശ്രീ PS സഞ്ജീവ്, അതായത് സമരത്താൽ സ്ഫുടം ചെയ്തെടുത്ത പ്രസ്ഥാനമാണ്, വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI, DYFI യുവജന പ്രസ്ഥാനം ഒക്കെ തന്നെ. അതിൻ്റെ പാരമ്പര്യം അങ്ങനെയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഈ സമരത്തെ അങ്ങേയറ്റം വിമർശിക്കുന്ന തരത്തിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അല്ല, ആ കേസിലെ 1-ാം പ്രതി തന്നെ ഇവിടെ വന്ന് അതിനെ ന്യായീകരിക്കുന്നുണ്ടല്ലോ. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇതൊന്നുമല്ല അദ്ദേഹത്തിന്റെ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ കാടത്തെ രീതിയോട് താനല്ല ഈ പറഞ്ഞ സമരത്തോട്, ഈ തെറ്റായ സമരത്തിനെ സ്പോൺസർ ചെയ്തത്. അതാരാണെന്ന് അവർ തന്നെ പറയട്ടെ. ഈ സമരത്തോട്, ആ സമരത്തെ തള്ളിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പോലും ഈ പറഞ്ഞ ഈ കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന
കോൺഗ്രസിന്റെ പ്രതിനിധി അല്ലാതെ മറ്റാരെങ്കിലും വന്ന് ഇതിനെ ന്യായീകരിക്കുമെന്ന് കരുതുന്നില്ല. റീത്ത് ആരോഗ്യമന്ത്രിയുടെ വസതിയിൽ വെക്കേണ്ട സാഹചര്യം എന്താണ് എന്നുള്ളത് വളരെ ന്യായമായും ആരോഗ്യമന്ത്രി തന്നെ ചോദിച്ച കാര്യമാണ്. അത് എന്ത് അവ്യക്തത കുറവാണുള്ളത്? സ്വാഭാവികമായും ഈ പ്രശ്നത്തെ സംബന്ധിച്ച്, ഈ വിഷയത്തെ സംബന്ധിച്ച്, ഈ നടന്നിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ച് നടപടി കൈക്കൊള്ളും എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെയും ചർച്ച ചെയ്തതാണ്. വേണ്ട നടപടികൾ കൈക്കൊണ്ട് ഈ പറഞ്ഞ ഈ ഉഷ ജോസഫുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടിക്രമങ്ങളും സർക്കാർ ഏറ്റെടുക്കുമെന്നും അതിനാവശ്യകരമായ കാര്യങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞു. ഇവിടെ യഥാർത്ഥത്തിൽ ഇവരുദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഒരു തെറ്റായ നിലയിലുള്ള ഒരു ബോധം സൃഷ്ടിക്കാനും തെറ്റായ നിലയിൽ ഒരു അരാജക സമര പരമ്പരകൾ, തെറ്റായ നിലയിൽ കാര്യങ്ങൾ ഒരു കാടത്ത നിയമത്തിന്റെ വാഴ്ച പോലെ ഇവിടെ സംഘടിപ്പിക്കാനുമുള്ള ശ്രമമാണ് നടത്തുന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എത്രയോ വർഷം കണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷമല്ലേ എത്രയോ മന്ത്രിമാരുടെ വസതികൾ സമരത്തിന്റെ തോതിനെ നിശ്ചയിക്കാൻ ഞങ്ങളാളല്ല. അല്ല, സമരത്തിന്റെ തോതോ മറ്റൊന്നും നിശ്ചയിക്കാൻ ഞങ്ങളാളല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വിഷയത്തിൽ ആ മന്ത്രി ഇടപെട്ടിട്ടില്ല, അതിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല, അതിനെ തള്ളിക്കളഞ്ഞു എന്നൊക്കെയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ സമരത്തിന്റെ തോതും മറ്റൊക്കെ തീരുമാനിക്കാം. പക്ഷേ അതിനെ അഡ്രസ്സ് ചെയ്യപ്പെടുകയും അതിൽ കൃത്യമായി നടപടി ഉണ്ടാകുമെന്ന് പറയുകയും ഈ പറഞ്ഞ വിഷയത്തെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായി പരിശോധിക്കുമെന്ന് പറയുകയും ചെയ്ത ഒരു സംവിധാനവും ഒരു ഗവൺമെന്റും ഉള്ളിടത്ത് എന്തിനായിരുന്നു ഇത്? ഇപ്പൊ ഇവിടെ പറഞ്ഞു മാധ്യമങ്ങളുടെ ശ്രദ്ധ വേണം, അതിനായിരുന്നു ഇത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. ആ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി ഈ അരാജക പ്രവണതകൾ എന്തിനാണ് സംഘടിപ്പിക്കുന്നത്? ആ നിലയിലുള്ള പ്രവർത്തനം മന്ത്രിയുടെ വീട്ടിൽ, മന്ത്രി ഇല്ലാത്ത സ്ഥലത്ത് റീത്ത് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് ഏത് പ്രവണതയാണ്? അത് സമരരീതിയാണോ? റീത്ത് വെക്കുന്നത് നമ്മൾ എവിടെയാ റീത്ത് കൊണ്ടുപോയി വെക്കുക? അപ്പോ ഈ നിലയിലുള്ള ഒരു സമരത്തിന്റെ ആവശ്യം ഞാൻ ചോദിക്കട്ടെ, ഇത് സമരരീതിയാണോ എന്നാണ് ചോദിക്കുന്നത്. TP ശ്രീനിവാസന്റെ ചെകിട് അടിച്ചു പൊടിച്ചവരാരാണ്? ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് ചാടി കയറി ചെടിച്ചട്ടി അടിച്ചു പൊടിച്ച് അവിടെ ജീവനക്കാരെ, ഞാൻ പറയട്ടെ, കംപ്ലീറ്റ് ചെയ്യട്ടെ, നിങ്ങൾ ഈ ചെയ്ത സമരങ്ങളാണ് ഈ ഞാൻ ചോദിക്കട്ടെ, പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി അടക്കമുള്ള ഏറ്റവും ബഹുമാന്യരായ നേതാക്കൾക്കെതിരെ കല്ലെറിഞ്ഞവരാരാണ്? ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാം ചെയ്തു എന്ന് പറയുമ്പോൾ ആരാണ് ചെയ്തത്? വിനോദിനിയുടെ കൈ നഷ്ടപ്പെട്ടപ്പോൾ വിനോദിയുടെ കൈ കൃത്രിമ കൈ വെച്ചു കൊടുത്തത് പ്രതിപക്ഷ നേതാവാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഉഷച്ചേച്ചിക്ക് ഇത്രയും വലിയ ദാരുണമായ സംഭവം ഉണ്ടായപ്പോൾ അവർക്ക് ചികിത്സ കൊടുത്തതും ആ പറയുന്ന ആശുപത്രിയിലേക്കും കൊണ്ടുപോയത് ബഹുമാനപ്പെട്ട KC വേണുഗോപാലാണ്, അല്ലാതെ ആരോഗ്യമന്ത്രിയില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ട, ഞാൻ പറയട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, ഈ വിഷയം നടന്ന് ഈ അവരുടെ എക്സ്റേ കത്രിക ശരീരത്തിനുള്ളിൽ ഉണ്ട് എന്നുള്ള എക്സ്റേ പുറത്തു വന്നപ്പോൾ ഇവിടുത്തെ മന്ത്രിയും മന്ത്രിമാരുടെ ജീവനക്കാരെയും നിരന്തരമായി മാധ്യമപ്രവർത്തകർ ബന്ധപ്പെട്ടല്ലോ, ഒരു രാത്രി മുഴുവൻ ബന്ധപ്പെട്ടല്ലോ. അവർ ഫോൺ എടുത്തോ? അവർക്ക് വേണ്ട ചികിത്സ ഉറപ്പാക്കിയോ? അതൊന്നും ചെയ്തില്ലല്ലോ. അങ്ങനെ മുഖം രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്നൊരു നടപടി എടുത്തത് കൊണ്ട് മാത്രം അതിൽ നിന്ന് ഊരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് 100 കണക്കിന് ചികിത്സാ പിഴവിന് ഉത്തരവാദിത്വം ഈ ആരോഗ്യ അത് കേവലം മന്ത്രിയുടെ ശ്രദ്ധയിൽ വന്ന ഉടനെ മന്ത്രി ഒരു രാത്രി മുഴുവൻ ഫോൺ എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ തന്നെ പോയത്. ആരോഗ്യമന്ത്രി ജനങ്ങളെ നിങ്ങളോട് ഞാൻ നേരിട്ട് പറയുന്നു ആരോഗ്യമായി ബന്ധപ്പെട്ടതിന്റെ പൂർണ്ണ അടിസ്ഥാനത്തിൽ പറയുന്നു. മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് കൃത്യമായി ഇവിടെ പറയാനുള്ളത്. ശരി, UDF ഭരണകാലത്ത് നിങ്ങളുടെ ഇതേ തിരുവനന്തപുരം ജില്ലയിലെ ഈ പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ മുൻ ആരോഗ്യമന്ത്രി, ആ ആരോഗ്യമന്ത്രിയെ എന്തിന്റെ പേരിലാണ് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ആവർത്തിക്കാതിരിക്കാനുള്ള ക്യാമ്പയിനാണ് നിങ്ങൾ നടത്തുന്നത്. പക്ഷേ അതേപോലെയുള്ള മന്ത്രിയായിട്ട് നിലവിലെ മന്ത്രി എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് മോണിറ്റർ ചെയ്യണ്ടേ? ജനങ്ങൾ പ്രഖ്യാപിക്കുന്നു. മതിയാവില്ല പ്രിയപ്പെട്ട ഇതൊന്നും മതിയാവില്ല. വെച്ചിരിക്കുന്നത് UDF-ന്റെ മുകളിൽ 2016 തന്നെ വെച്ചതാണ്. ഇത് തിരിച്ചറിയാൻ നമുക്ക് ചർച്ച ചെയ്യാം. കേരളത്തിലെ മാതൃകയായിട്ടുള്ള ആരോഗ്യ സംവിധാനം ഈ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ മാതൃകയാണ്.
ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ അടിസ്ഥാന ജീവിതങ്ങളിൽ വന്ന മാറ്റത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പങ്ക് വഹിച്ചത് കേരളത്തിന്റെ ആരോഗ്യ സംവിധാനമാണ്. 13 കാത്ത് ലാബുകൾ, 20,000-ഓളം വരുന്ന പുതിയ ഡോക്ടർമാർ, ഹൃദയം സഞ്ജീവ് ഒക്കെ തന്നെ മേന്മകളാണ്. നോക്കൂ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 47 സംഭവങ്ങൾ, കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 44 റിപ്പോർട്ട് തേടിയ ഒരു മന്ത്രിയാണ്. റിപ്പോർട്ട് തേടൽ മാത്രം 47 കണക്ക് പ്രകാരമാണെങ്കിൽ 5 വർഷം 47 സംഭവങ്ങൾ. അതിൽ 46 റിപ്പോർട്ട് മാത്രം തേടിയിരിക്കുന്നു. ആ റിപ്പോർട്ടിൽ നടപടി എന്തുണ്ടായി? നമ്മുടെ നെടുമാങ്ങാട് കേസ് മാത്രം നോക്കൂ. അവിടെ കൈക്കൂലി തരാതരം വാങ്ങിക്കുന്ന ഒരു ഡോക്ടറെ ഏറ്റവും ഒടുവിൽ പുനലൂരിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തി. പിന്നീട് വീണ്ടും തെളിവുകൾ വന്ന മുറയ്ക്കാണ് അവരെ പേരിന് സസ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ പറയാൻ തക്കുന്ന രീതിയിൽ ഈ കേരളത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പൊതുസമൂഹത്തിന് അതിനെ ശരിവെക്കുന്ന തരത്തിലേക്ക് എന്ത് നടപടി ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അത് നമുക്ക് അങ്ങനെ ഒരു സ്ക്രീനിങ് നടത്തിക്കൂടെ? നമുക്ക് അല്ല, ആ സ്ക്രീനിങ് നടത്തിയിട്ടുള്ള സർക്കാരാണ് ഇതെന്നാണ് ഞങ്ങൾ പറയുന്നത്. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ഈ പറഞ്ഞ നടപടികളോടുകൂടി കേവലം ഈ പറഞ്ഞ വകുപ്പ് തല അന്വേഷണത്തിന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നടപടിക്രമങ്ങൾക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾ എടുത്ത് പരിശോധിക്കണം. ഈ ബന്ധപ്പെട്ട വകുപ്പുമായി സംസാരിച്ചു തന്നെയാണ് ആവശ്യപ്പെടുന്നത്. 100% ഉറപ്പോടുകൂടി പറയുന്നു, ഈ കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ മേഖല, ആ ആരോഗ്യ മേഖലയെ കോർപ്പറേറ്റുകൾക്ക് വിറ്റുതുലക്കാൻ വേണ്ടി രാജ്യത്തെ, ലോകത്തെയും അമേരിക്കൻ കമ്പനികൾക്ക് ഈ നാട്ടിലെ സ്വകാര്യ ആശുപത്രികൾ ടൈപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പൊതു ആരോഗ്യ സംവിധാനത്തെ പൂർണ്ണമായും തകർച്ചയിലേക്കാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഈ UDF നയത്തിനോട് സ്വാഭാവികമായും കേരളത്തിലെ മാധ്യമങ്ങൾ നിന്നുകൂടാ. കാരണം അത് ബാധിക്കുക ലക്ഷോപലക്ഷം മനുഷ്യരെയാണ്. ആ ബാധിക്കുന്ന മനുഷ്യരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ കുറ്റമറ്റ നിലയിൽ എന്ത് സമീപനമാണ് എടുത്തത്? ഹർഷീന ഇന്നലെ മുഴുവൻ നമ്മുടെ ചാനൽ ലൈവ് ഉണ്ടായിരുന്നു. ഹർഷീന കേസിൽ എന്ത് സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്? അവിടെ ആരോഗ്യമന്ത്രി ആ സമരത്തിൽ വന്ന് അവരെ ചേർത്ത് പിടിച്ച് പോയിട്ട് 2 ലക്ഷം രൂപ പേരിന് വേണ്ടി 2 ലക്ഷം രൂപ എത്രത്തോളം ചെലവാകുമെന്നും അത് എത്ര ദിവസം അത് ചെലവഴിക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം. അപ്പോൾ ന്യായമായി കിട്ടേണ്ട നഷ്ടപരിഹാരമുണ്ട്, നടപടിയുണ്ട്. അവിടെ പാലക്കാട്ട് ഓടി നടന്ന് കളിച്ച ഒരു പാവം, ഒരു പൊന്നുമോക്ക് ഇന്ന് കയ്യില്ല. ആ കയ്യിലെ സംഭവമാണ് നേരത്തെ ഷജീർ ചൂണ്ടിക്കാട്ടിയത്. അതുപോലെ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അതിനു മുൻപ് അനീഷ് എന്ന് പറയുന്ന പയ്യനും ആ കുടുംബത്തിനും നിലവിളിക്കേണ്ടി വന്ന സാഹചര്യം, നടപടി എന്തുണ്ടായി? ഓരോ കേസുകളിലും വരുമ്പോൾ എന്താണ് നടപടി? റിപ്പോർട്ട് ആവശ്യം പോലെ ഫ്രീസറിൽ റിപ്പോർട്ട് ഉണ്ട്. ശ്രീ സഞ്ജീവ്, ഇതിനെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ രാഷ്ട്രീയ യുക്തിയോടുകൂടിയോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുകളിൽ അങ്ങനെ മെക്കിട്ട് കയറിയിട്ടും കാര്യമില്ല. ഇന്നെന്താണ് മാധ്യമങ്ങളോട് തിരിച്ചു ചോദിക്കുകയാണ് ആരോഗ്യമന്ത്രി മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറുകയാണ്, മാധ്യമങ്ങളെ ജേർണലിസം പഠിപ്പിക്കുകയാണ്. ഇതാണ് ഒരു ആരോഗ്യമന്ത്രി ചെയ്യേണ്ടത്. ആരോഗ്യമന്ത്രി ഈ 2ാം പിണറായി സർക്കാരിന്റെ മുൻപും ഒരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ. ആ ആരോഗ്യമന്ത്രിക്ക് അപ്പുറത്തേക്ക് ഈ മന്ത്രിക്ക് എന്താണ് കോംപ്ലക്സ് ആണോ പിടികൂടിയിരിക്കുന്നത്? അപ്പോൾ മാധ്യമങ്ങൾക്ക് നേരെ മെക്കിട്ട് കയറുന്നു. ഒരു ചോദ്യം ചോദിക്കാൻ കഴിയുന്നില്ല, ഫോണിൽ വിളിച്ചാൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ മന്ത്രിയെ തിരുത്താൻ എന്തുകൊണ്ട് ഇവിടുത്തെ ഈ മുഖ്യമന്ത്രിക്കാകുന്നില്ല, ഈ സിസ്റ്റത്തിനാകുന്നില്ല, ഈ സംവിധാനത്തിനാകുന്നില്ല? അപ്പോൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതാണോ പ്രശ്നം? ശ്രീ സഞ്ജീവ്, ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരമുണ്ട്. ആ ഉത്തരങ്ങൾ പലപ്പോഴും പലരെയും അലോസരപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ചാപ്പകുത്തലുകൾ ഉണ്ടാകുന്നത്. നിങ്ങൾ എന്ത് മനസ്സിലാക്കിയാണ് ആ വ്യക്തിയെ ഒരു കാലത്ത് നിങ്ങളുടെ ഉൾപ്പെടെയുള്ള മാധ്യമ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി പിന്നീട് സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കേരളത്തിൽ ആരോഗ്യമന്ത്രിയായി. ആ ആരോഗ്യമന്ത്രിയെ നിങ്ങൾ എന്തൊക്കെ ചാപ്പയടിയാണ് ഈ കഴിഞ്ഞ 1.5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ നടത്തിയത്? യഥാർത്ഥത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യമന്ത്രിയുടെ വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമാണോ? ആ പ്രശ്നത്തെ അല്ലല്ലോ നമ്മൾ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും ആ വാർത്താ സമ്മേളനം അവിടെ ഉണ്ടായ പ്രശ്നവും അതിനുശേഷം മാധ്യമങ്ങളോട് ചോദിച്ച ചോദ്യങ്ങളും സഞ്ജീവ് കേട്ടോ എന്ന് എനിക്കറിയില്ല. ഒരു നടപ്പാക്കാത്ത, പൂർത്തീകരിക്കാത്ത ഒരു പദ്ധതിയിന്മേൽ ഒരു പരിപാടി നടക്കുമ്പോൾ എന്താണ് ആരോഗ്യമന്ത്രി ചെയ്ത തെറ്റെന്താണ് എന്നാണ് അവർ ചോദിച്ചത്. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ എന്ത് തെറ്റാണ് മന്ത്രി ചെയ്തത് എന്നാണ് ചോദിച്ചത്. ഈ വിഷയത്തിൽ വിഷയം അഡ്രസ് ചെയ്തില്ല, പകരം മാധ്യമങ്ങൾക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു. അപ്പോൾ അതിന്റെ യുക്തി എന്താണെന്നാണ് ചോദിച്ചത്. നമുക്ക് വിഷയം അതല്ല. ഒരു കാര്യം ചോദിക്കട്ടെ സഞ്ജീവ്, ഈ സമരം യൂത്ത് കോൺഗ്രസിന്റെ സമര രീതി, അതിനെ നിങ്ങൾ എങ്ങനെയാണ് തള്ളിപ്പറയുന്നത്? ഏത് അർത്ഥത്തിലാണ് തള്ളിപ്പറയുന്നത്?
അല്ല, ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ആ സമരരീതി ആ വിഷയത്തിൽ അഡ്രസ്സ് ചെയ്യുമെന്നും ആ വിഷയത്തിൽ വേണ്ട പരിഹാരങ്ങൾ ഉണ്ടാകുമെന്നും ഈ പറഞ്ഞ ഏതെങ്കിലും ചെറുന്യൂനപക്ഷങ്ങളുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള 1-2 പിശകുകളുടെ ഭാഗമായി ഈ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ആ പിശകിനെ സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങളും വേണ്ട നഷ്ടപരിഹാരങ്ങളും വന്നിട്ടുള്ള ദുരിതബാധിതർക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെയും പരിഹരിക്കുമെന്ന് പറഞ്ഞൊരു മന്ത്രിയെ ഏത് വിധത്തിലൊരു സമരാഭാസം നടത്തി എന്തിനാണ് ഇത്രത്തോളം ഒരു അക്രമ അരാജക സ്വഭാവത്തിലേക്ക് സംസ്ഥാനത്തിന്റെ ഒരു പൊതു അന്തരീക്ഷത്തെ ഇല്ലാതാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്? ആ സമരത്തിന്റെ ആവശ്യകത ഉണ്ടായോ, പ്രസക്തി ഉണ്ടായോ എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഒന്നാമത്തെ പ്രതി ഇവിടെ വന്നിരുന്ന് പറയുന്നു, അദ്ദേഹത്തിന്റെ തന്നെ പ്രതിപക്ഷ നേതാവ്, ഞാൻ ആവർത്തിച്ചു പറയുന്നു, ആ സമരം എനിക്കറിയില്ല, ഞാൻ അതിനോട് യോജിപ്പില്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ അതൊന്നും എടുത്ത് കേൾക്കണം. അത് കേട്ടിട്ടല്ലേ നിങ്ങൾ പറയേണ്ടത്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കിട്ടുമ്പോൾ മാത്രം സമരം ചെയ്യുന്ന സംഘടനയല്ല. ഇപ്പൊ പ്രതിപക്ഷ നേതാവിന് ആ നിലപാടുണ്ടെങ്കിൽ അത് പരിശോധിക്കും, നമ്മുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ പരിശോധിക്കും. അല്ലാതെ AK സെന്റർ മാത്രം പറയുന്ന വിഷയങ്ങൾ മാത്രം സമരം ചെയ്യുന്ന നിങ്ങൾക്ക് അത് തോന്നും. നിരന്തരം സമരം ചെയ്യുന്നവരാ, നിരന്തരം തെരുവിൽ ചെയ്യുന്ന അവസാനമായി SFI DYFI ഈ പറയുന്ന ഈ 100 കണക്കിന് ചികിത്സാ പിഴവ് ഉണ്ടായാലോ, എവിടെയെങ്കിലും എവിടെയെങ്കിലും DYFI കൊടുക്കുകയോ ഈ പറയുന്ന ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് ചെല്ലുന്നവർ ഗേറ്റിന്റെ പുറത്ത് നിൽക്കുമെന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണല്ലോ അവരൊന്നും ചെയ്യാത്തത്. എന്നാൽ അത് വേണ്ട. ഇനി കേരളത്തിൽ എന്തെങ്കിലും നടന്നാൽ അവരെ വീട്ടിനകത്തേക്ക് കേരളത്തിലെ ജനങ്ങൾ കയറുമെന്നുള്ളതിന്റെ തെളിവാണ്. ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ പല നാട്ടിലും കണ്ടുണ്ട്. അധികാരികൾ കിടന്നുറങ്ങുന്ന സ്വർണ്ണക്കട്ടിൽ നിന്ന് വരെ ജനങ്ങൾ അധികാരികളെ വലിച്ചു താഴെ ഇറക്കിയ ചരിത്രമുണ്ട്, സമരങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു വളരെ നിസ്സാരമായ റീത്ത് വെച്ച സമരത്തെ ഇത്ര തള്ളി പറയേണ്ട കാര്യമില്ല. നേരത്തെ പറഞ്ഞു അപഹാസ്യ സമരം എന്ന് പറയുന്നത്. ആരാണ് അപഹാസ്യ സമരം നടത്തിയത്? മന്ത്രി ശിവൻകുട്ടി നിയമസഭയ്ക്കുള്ളിൽ, പരിപാവനമായ നിയമസഭയ്ക്കുള്ളിൽ മുണ്ടും വലിച്ചു കെട്ടിയിട്ട് അവിടുത്തെ കമ്പ്യൂട്ടറും ചെയറും തല്ലി തകർത്ത അപഹാസ്യത്തിന് അത്ര ഇവിടെ ഒരു അപഹാസ്യം നടന്നില്ല. ഇവിടെ മനുഷ്യന്റെ ജീവൻ പിടയുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുന്നത്. അവരുടെ നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്. അതല്ലാതെ സ്വന്തം കേസ് എടുക്കാതിരിക്കാൻ വേണ്ടി നടത്തുന്ന അല്ലെങ്കിൽ SFI നടത്തുന്ന DYFI നടത്തുന്ന നാടക സമരങ്ങളല്ല. മനുഷ്യന്റെ ജീവൻ പിടയുന്നു. നിങ്ങൾ അത് മനസ്സിലാക്കണം. ബിൻസീർ ചികിത്സയ്ക്ക് വേണ്ടി അവിടെ പോയപ്പോൾ വെളപ്പിൽ ശാല ചെന്നപ്പോൾ വാതിലടച്ചവരാണ് നിങ്ങൾ. എന്നിട്ട് ആർക്കെതിരെ നടപടിയെടുത്തു? വാതിലടച്ചിട്ട് ജീവനക്കാരി പറഞ്ഞത് എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഒരു മനുഷ്യന്റെ ജീവൻ ആ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു. ഞാൻ പറയുന്നത്, ഞങ്ങൾ നിരന്തരം സമരം ചെയ്യുന്ന സജീവേ, ഇത് ആദ്യമായിട്ടല്ല സമരം ചെയ്യുന്നത്. ഈ ആരോഗ്യ മേഖലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിൽ നടന്ന സമരങ്ങളുടെ എണ്ണം നിങ്ങൾ പരിശോധിച്ചു. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ സമരം നോക്കൂ. വിളപ്പിശാല ആശുപത്രിയിലേക്ക് സമരം നടത്തിയില്ലേ? ഞങ്ങൾ വെറുതെ ആദ്യമായിട്ടല്ല, റീത്തുമായി മാത്രം സമരം നടത്തുന്നവരല്ല. എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് നിരന്തരം സമരം ചെയ്യുന്നവരാണ്. നിങ്ങളൊന്നും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളെ സമരവും സമര രീതിയും ഞങ്ങളെ പഠിപ്പിക്കണം. നിങ്ങൾ ആദ്യം സമരം ചെയ്യുക. നിങ്ങൾ ഈ സമരം ചെയ്യണമെന്ന് നിങ്ങൾ പറയണം. സമരം ചെയ്യാൻ തെരുവിലിറങ്ങുക. അവസാനമായി സമരം ചെയ്ത ഒരു വിഷയം പറയൂ. നിങ്ങളുടെ ഒരു വിഷയം പറയൂ. നിങ്ങൾ സമരത്തിൽ നിങ്ങൾ വിഷയം പറയൂ. DYFI ഏറ്റെടുത്ത ജനകീയ വിഷയം പറയൂ. നിങ്ങളൊരു സമരത്തിന്റെ പേര് പറയും. നിങ്ങൾ ഏറ്റെടുത്ത, നിങ്ങൾ നടത്തിയ ഒരു സമരം പറയും. നിങ്ങൾ ശബരിമലയിൽ ശാസ്താവ് അയ്യപ്പനെ കാണാനില്ല. എവിടെയാണ് DYFI? നടന്നപ്പോൾ എവിടെയാണ് നിങ്ങൾ? ധനരാജിന്റെ രക്തസാക്ഷി നിങ്ങളെ കൂട്ടത്തിലുള്ളവന്റെ ചോര വിറ്റ് കാശുണ്ടാക്കിയവരെ സമരം ചെയ്തവരാണ്. എവിടെയാണ് DYFI? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ സമരം ചെയ്യുന്നത് സമരം ചെയ്യുന്നവരാണ്. ഞങ്ങൾ സ്വതന്ത്രമായി സമരം ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യ പ്രസ്ഥാനമാണ്, യുവജന പ്രസ്ഥാനമാണ്. ഇനി ഈ സമരത്തിൽ എന്തെങ്കിലും സമരത്തിൽ മര്യാദ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവോ KPCC പ്രസിഡന്റോ പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. വീട്ടിനകത്തേക്ക് കയറി സമരം ചെയ്യുന്നതിന് ഞങ്ങളും എതിരാണ്. പക്ഷേ അവസാനം അണമുട്ടിയപ്പോൾ തന്നെയാണ് ഞങ്ങൾ സമരം നടത്തിയത്. ഇനി ജീവൻ പോകാൻ പാടില്ല. അങ്ങനെ ഒരു നിർബന്ധം യൂത്ത് കോൺഗ്രസിനുണ്ട്. നിങ്ങളെ പോലെ എന്ത് നടന്നാലും തിരിഞ്ഞു നോക്കാത്തവരല്ല. നിങ്ങൾക്കിരിക്കാം. അതുപോലെയല്ല ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ നടത്തുന്ന സമരമാണോ സമരം? ഞാൻ ചോദിക്കട്ടെ, ചികിത്സ ആരാണ് ഉറപ്പുവരുത്തിയത്? ഞാൻ ചോദിക്കട്ടെ, അവരുടെ ഈ പറയുന്ന ആലപ്പുഴ ചികിത്സ ആരാണ് ഉറപ്പുവരുത്തിയത്? അവർ വേദന കൊണ്ട് പൊളയിക്കാണ്. അവരുടെ വയറ്റിനുള്ളിൽ കത്രികയിരിക്കാണ്. ആരോഗ്യമന്ത്രി എവിടെയാണ്? ഒരു രാത്രി മുഴുവൻ എവിടെയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. എന്തിടപെടലാണ്? അവർക്ക് ജീവനാണ് ആദ്യം രക്ഷിക്കേണ്ടത്. ഡോക്ടർക്കെതിരെയുള്ള നടപടി രണ്ടാമതാണ്. ആദ്യം ജീവനല്ലേ രക്ഷിക്കേണ്ടത്? ആദ്യം കത്രികയല്ലേ മാറ്റേണ്ടത്?
ഇപ്പോഴും എന്താ സംശയം നിങ്ങൾക്ക്? ഈ പറഞ്ഞ വിഷയത്തിൽ കൃത്യമായി നടപടി ഇടപെട്ടിട്ടുണ്ട്. ജീവൻ രക്ഷിക്കേണ്ട സമയത്ത് ജീവൻ രക്ഷിക്കേണ്ട ജീവൻ രക്ഷിക്കാതെ ഈ വാചക കസർത്ത് അടിച്ചിട്ട് കാര്യമുണ്ടോ? മുൻ മാധ്യമ പ്രവർത്തക എന്നുള്ള അഹങ്കാരത്തിൽ വാചക കസർത്ത് അടിച്ചിട്ട് കാര്യമില്ലല്ലോ. ജീവൻ രക്ഷിച്ച കാര്യം ജീവൻ ചോദ്യം ഇതാണ്. പോലീസിന് സുരക്ഷ ഒരുക്കുന്ന ഒരു മന്ത്രിമന്ദിരമാണ്. ആ മന്ത്രിമന്ദിരത്തിലേക്ക് ഒരു കറണ്ട് ഇഷ്യൂ അത് അങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് കാണാതെ പോകുന്നത് അത് സംസ്ഥാന സർക്കാരിന്റെ ഇന്റലിജൻസിന്റെ പരാജയമല്ലേ, ആഭ്യന്തര വകുപ്പിന്റെ പരാജയമല്ലേ? മാത്രമല്ല ചോദിക്കട്ടെ അവിടെ 3 പോലീസിനെ ഒരു ഔദ്യോഗിക വസതിയിൽ 3 പോലീസിനെ മാത്രമാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ പോലീസ് കാഴ്ചക്കാരായി മാറിയോ? അവിടെ ഒരു പരാജയം പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനത്തിൽ പറ്റിയിട്ടുണ്ടോ? ശ്രീ സജീവ് അല്ലല്ല ഷജീർ ഞാൻ അങ്ങേലേക്ക് എത്താം. ശ്രീ ഷജീർ ഞാൻ അങ്ങേലേക്ക് എത്താം. ദയവായി കേൾക്കൂ. സഞ്ജീവ് പറയട്ടെ. സഞ്ജീവ്, ആ ഇന്റലിജൻസ് ഫെയിലർ അവിടെ ഉണ്ടായിട്ടുണ്ടോ പോലീസിന്റെ ഭാഗത്ത്? ഇന്റലിജൻസ് മന്ത്രി ജില്ലയിലില്ലാത്ത സമയത്ത്, വസതിയിലില്ലാത്ത സമയത്ത്, അവിടെ യാതൊരുവിധ മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ഇവർക്ക് തോന്നിയ ഒരു സമരാഭാസത്തെ സംഘടിപ്പിച്ചും റീത്ത് കൊണ്ടുപോയി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രിയില്ലാത്ത വസതിയിൽ പോയിട്ട് മാർച്ച് നടത്തുന്നത് ഞാൻ ഇങ്ങനെയുള്ള പോലീസുകാരെ കണ്ടിട്ടുള്ളത്. നോക്കൂ, അവിടെ കന്റോൺമെന്റ് SHO പോലും പോലീസ് വാഹനം തടയുന്ന ആളുകൾ ആ പിടിച്ചു മാറ്റാൻ കഴിയാത്ത വണ്ണം അവിടെ നിൽക്കുകയാണ്. അവരൊന്നും ചെയ്യുന്നില്ല. ഈ പോലീസുകാർക്ക് എന്തോ ഒരു മറ്റെന്തെങ്കിലും അപകടം ഇത് ഈ സമരാഭാസമായി അതിനെ ഈ ഗേറ്റ് തകർത്ത് ഉള്ളിലേക്ക് പോയി ആ സമരത്തെ ആഭാസകരമായി സംഘടിപ്പിച്ചത് ഈ പറഞ്ഞ നിങ്ങളിപ്പോ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. കമ്മീഷൻ ഓഫീസ് തൊട്ടടുത്താണ്. ആ ഓഫീസിൽ നിന്നും 2, 3, 4 പോലീസുകാർ മാത്രം നിർത്തുമ്പോൾ അത് ഞങ്ങളുടെ പണിയല്ലല്ലോ, ഇത് പോലീസിന്റെ പണിയാണ്. ശ്രീ സഞ്ജീവ്, അത് പോലീസിന്റെ പണിയല്ലേ? പോലീസിന്റെ പണിയെടുത്തു. നഗരഹൃദയത്തിൽ അവിടെ മറ്റെന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കും? മറ്റെന്തെങ്കിലുമാണ് അവിടെ സംഭവിക്കുന്നെങ്കിൽ എന്തായിരിക്കും? അപ്പോൾ പോലീസ് നോക്കുകുത്തിയായിരുന്നു. അത് ആഭ്യന്തര വകുപ്പിന്റെ സംസ്ഥാന ഇന്റലിജൻസിന്റെ കൂടി പരാജയമല്ലേ? എവിടുത്തെ സമരാണ്? മന്ത്രിയില്ല, ജില്ലയിൽ മന്ത്രിയില്ല. പത്തനംതിട്ടയിലാണ് മന്ത്രിയുള്ളത്. പത്തനംതിട്ടയിലുള്ള മന്ത്രിക്കെതിരെ തിരുവനന്തപുരത്ത് വസതിയിൽ പോയിട്ട് മാർച്ച് ചെയ്യുന്നത് ഏത്? അല്ല, ഇങ്ങനെയാണോ പോലീസ് കൈകാര്യം ചെയ്യുന്നത് സാധാരണ രീതി? അല്ല, അതൊരു മന്ദിരം വേറെ, ഓഫീസ് വേറെ. ഈ കോമൺ സെൻസ് ഉണ്ടാവണം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ രീതി ഇത് ഗേറ്റ് തല്ലി തകർത്തുകൊണ്ട് റീത്ത് അവിടെ കൊണ്ടുവച്ചിട്ട് ഇത്രയും അരാജകപരമായിട്ടുള്ള ഒരു പ്രവണത സൃഷ്ടിക്കാനുള്ള എന്ത് സാഹചര്യമാണുള്ളത് എന്നാണ്. മന്ത്രി ആ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. മന്ത്രി അതിൽ പ്രതികരണം നടത്തി കഴിഞ്ഞു. വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് അറിയിച്ചു കഴിഞ്ഞു. എവിടെ ഇടപെട്ടു? സമരം ഒരു അരോചകമല്ലല്ലോ. സമരം നടത്തി, സമരത്തിലൂടെയല്ലേ നിങ്ങളും വന്നത്? എല്ലാവരും വന്നത് സമരങ്ങളിലൂടെയാണ്. അത് തെറ്റായ നിലയിൽ മാറിക്കഴിഞ്ഞാൽ ഇപ്പോ വിമോചന സമരത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അത് സമരം എന്നല്ല ഇവര് പറയുന്നത്. അതുപോലെ തന്നെയാണ് തെറ്റായ ആവശ്യങ്ങൾ, ഈ നിലനിൽക്കുന്ന ജനങ്ങളുടെ അഭിലാഷത്തെ മറികടന്നുകൊണ്ട് നിലനിൽക്കുന്ന ആവശ്യങ്ങളെ തള്ളിക്കൊണ്ട് മനുഷ്യരുടെ ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള സമരങ്ങളൊക്കെയും തള്ളി പറയും. അങ്ങനെ എല്ലാത്തിനെയും അംഗീകരിക്കാനില്ല. റീത്ത് വെക്കുന്നത് ആദ്യത്തെ രീതിയാണോ? റീത്ത് വെച്ചിട്ടുണ്ടല്ലോ എത്രയോ റീത്തുകൾ ഇപ്പോഴും കണ്ണൂരും തുടരുന്നുണ്ട്. കണ്ണൂരും പാർട്ടിക്ക് അനഭിമതരായിട്ടുള്ള സമരത്തെ SFIക്ക് എങ്ങനെ തള്ളിക്കളയാൻ കഴിയും? SFIക്ക് എങ്ങനെ ഈ സമരത്തെ തള്ളി പറയാൻ കഴിയും? ഇതിലും വലിയ മഹാരഥന്മാരുടെ മുഖത്ത് അടിയേറ്റ സംഭവങ്ങളൊക്കെ ഓരോ സമരങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ദേഹത്തിന് പോർലേൽപ്പിക്കാത്ത ഒരു സമരമാണ്. ഈ അക്രമ സമരത്തെ ന്യായീകരിക്കുകയല്ല, പക്ഷേ പറയുന്നത് നിങ്ങളാണ്. സമരങ്ങളിലൂടെ തീക്ഷ്ണമായിട്ടൊരു പ്രസ്ഥാനത്തിന്റെ നേതാവാണ് പറയുന്ന ആ രീതി സമരം ശരിയല്ല എന്ന് പറയുമ്പോൾ സമരങ്ങളിൽ നിന്ന് കടന്നു വന്ന ആളുകളായതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഈ സമരത്തെ സംഘടിപ്പിക്കുന്ന വിധത്തിൽ സ്വാഭാവികമായും ആ സമരം ഉദ്ദേശിച്ചത് ഒരു അക്രമ പരിപാടിയായിട്ടാണ്. അതിലെ ഗേറ്റ് തള്ളിപ്പൊളിക്കുന്നു, റീത്തുമായി കടന്നു ചെല്ലുന്നു, മന്ത്രിയില്ലാത്ത ഔദ്യോഗിക വസതിയിലേക്ക് മന്ത്രിയുടെ ഭവനത്തിലേക്ക് കടന്നു കയറുന്നു, കടന്നാക്രമണം നടത്തുന്നു. ഈ നിലയിലുള്ള സമരം എന്താണ്?
പല വിധത്തിലുള്ള സമരങ്ങളില്ലേ? ഷജീർ, അങ്ങനെയെങ്കിൽ നിങ്ങൾ കേരളത്തെ ഒരു അരാജകത്വ സ്ഥിതിയിലേക്ക് ഷജീർ എന്റെ ചോദ്യം ഇതാണ്. നിങ്ങൾ കേരളത്തിൽ സമാധാന അന്തരീക്ഷം തകർക്കുകയാണ്. കാരണം നാളെ ഇവരും തീരുമാനിക്കുകയാണ് നിങ്ങളുടെയൊക്കെ തന്നെ വീടുകളിലേക്ക് സമരം നടത്തട്ടെ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ വീടുകളിലേക്കോ ഒക്കെ സമരം നടത്തട്ടെ എന്ന് തിരിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇന്ന് ഡിവൈഎഫ്ഐ ആ സസ്പെൻഷനിലെ നടപടിക്ക് ഏറ്റുവാങ്ങേണ്ടതെന്ന ഡോക്ടറെ വീട്ടിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തിയില്ലേ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക്? ഞാൻ പറഞ്ഞത് ഞങ്ങൾ എവിടെയാണ് അക്രമ സമരം അഴിച്ചുവിട്ടത്. ഇന്ന് പോലും പോലീസ് ഇല്ലാഞ്ഞിട്ട് പോലും ഡോക്ടർ, ഞാൻ പറയുന്നത് മന്ത്രിയുടെ വസതിയിൽ എത്ര സമാധാനത്തോടു കൂടി അച്ചടക്കത്തോടു കൂടിയാണ് ഞങ്ങൾ സമരം ചെയ്തത്. ഏതെങ്കിലും പോലീസിന് കാഷ്വാലിറ്റി ഉണ്ടോ? ഏതെങ്കിലും പൊതുമുതൽ അവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വസ്തുവിന് ഒരു ചലനം സംഭവിച്ചിട്ടുണ്ടോ? ഇത്രയും ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഞങ്ങൾ സമരം നടത്തിയത്. താങ്കൾക്ക് ജാമ്യമില്ലാ വകുപ്പാണ്. ഞാൻ ഈ കേസിൽ മാത്രമല്ല, ഞാനിത് അതാണ് എനിക്ക് എന്റെ പേരിൽ എടുക്കുന്ന അവസാനത്തെ കേസുമല്ല. ഞാൻ ഒന്നാം പ്രതി ആയിട്ടുള്ള പിന്നെ ഒടുവിലത്തെ കേസും അതല്ല. ഈ പറയുന്ന സഞ്ജീവും പല കേസിലെ പ്രതികളായിരിക്കുമല്ലോ. അങ്ങനെ പ്രതികളായ പൊതുപ്രവർത്തകർ ചാനൽ ചർച്ചയിൽ വരാൻ പാടില്ല എന്ന് എന്തെങ്കിലും നിയമമുണ്ടോ? ഞാൻ അതുകൊണ്ട് തന്നെയാണ് അങ്ങയോട് പറയുന്നത്, അങ്ങുൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് UDF കാലത്ത് മനുഷ്യരെ ആശ്രയിക്കാത്ത പൊതുജനാരോഗ്യത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആളുകളല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ജനകീയ പ്രോസസ്സാണ്. സമര ആഭാസത്തെ കുറിച്ച് പറയാൻ, അരാജകത്തെ കുറിച്ച് പറയാൻ SFIക്ക് എന്ത് ഇതാണുള്ളത്? ധാർമ്മികമായ അതിന്റെ മറുപടി സഞ്ജീവ് പറയും. സഞ്ജീവ്, എന്റെ ഇടവേളയ്ക്ക് ശേഷമുള്ള ചോദ്യം ഇതായിരിക്കും. വഴിയിൽ തടയുക, മന്ത്രി ഇറങ്ങിക്കഴിഞ്ഞാൽ തടയും, വീണ ജോർജ് സഞ്ചരിക്കില്ല എന്നാണ് ഈ ഷജീർ അടക്കമുള്ളവരെന്ന് പറഞ്ഞത്. അതിന്റെ മറുപടി എന്താണ്? മന്ത്രി വീണ ജോർജ് പുറത്തേക്ക് ഇറങ്ങിയാൽ ഔദ്യോഗിക പരിപാടിയാണെങ്കിൽ കൂടിയും ഇനി പ്രതിഷേധ ജ്വാല, കരിങ്കൊടി ഏറ്റുവാങ്ങലൊക്കെ ആയിരിക്കുമെന്നാണ് ശ്രീ സഞ്ജീവ് നേമം ഷജീർ തന്നെ ഇന്ന് തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചത്. മറുപടി സഞ്ജീവിലേക്ക് എത്താം. സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ ഷജീർ, അവസാനമായി ഇനി പോലീസ് നിങ്ങൾക്ക് മുൻപാകെ, അതായത് 10-17 പേർക്ക്, കണ്ടാൽ അറിയാവുന്ന പേർക്കടക്കം വലിയ വകുപ്പുകളിട്ട് ജാമ്യമില്ലാ വകുപ്പുകളൊക്കെ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇനിയുള്ള നടപടിയും പ്രതിഷേധത്തിന്റെ രീതി എന്തായിരിക്കും മുന്നോട്ട്? വലിയ തമാശ തോന്നുകയാണ്. പോലീസുകാരെ തല്ലിയ SFIക്കാർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നില്ല. പോലീസുകാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് കേസെടുത്ത് പോലീസുകാർക്കെതിരെ തന്നെ കേസെടുക്കുന്ന സർക്കാരായി മാറിയിരിക്കുകയാണ്. ഇവരുടെ വർഗസ്നേഹം എവിടെ എത്തിയെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ കണ്ടതാണ്, ന്യായമായ ഒരു സമരമാണ്. എത്ര ദിവസമായി യൂത്ത് കോൺഗ്രസ് തെരുവിലാണ്, എത്ര വിഷയമുണ്ട്. ഇതിപ്പം കേവലം നടപടിയെടുത്തതുകൊണ്ട് മാത്രമല്ലല്ലോ ഈ സമരം നടത്തിയത്. ഈ പറയുന്ന ഉഷചേച്ചി, അവർക്കുണ്ടായ 5 വർഷമായി അവർക്കുണ്ടായ മാനസിക വിഷമം, അവർക്കുണ്ടായ സാമ്പത്തിക നഷ്ടം, ഇതെല്ലാം സർക്കാർ പരിഹരിക്കണ്ടേ? എന്തിനെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഇനി ഹർഷിനെ അടക്കമുള്ള 100 കണക്കിന് വിഷയങ്ങളുണ്ട്. ഇപ്പം നെടുമങ്ങാട് ഈ പറയുന്ന ചർച്ച നടക്കുന്ന സമയത്ത് നെടുമങ്ങാട് ഹസ്ന എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട യുവതി, അവർ മലവിസർജനം ചെയ്യുന്നത് മൂത്രനാളിയിലൂടെയാണ്. ചികിത്സാ പിഴവ് കാരണമാണ്. ഈ നെടുമങ്ങാട് കഴിഞ്ഞ ദിവസം നവജാത ശിശുവിൻ്റെ മരണത്തിന് ഉത്തരവാദിയായ അതേ ഡോക്ടറാണ് അവിടെയും സർജറി നടത്തിയത്. അപ്പോൾ ആ രീതിയിൽ നിരന്തരമായ ചികിത്സാ പിഴവുകൾ നടക്കുമ്പോൾ എങ്ങനെ യൂത്ത് കോൺഗ്രസിന് വിശ്രമിക്കാൻ കഴിയും? ഇപ്പോൾ DYFIക്കും SFIക്കും അത് പറയാം, അവർ സമരം നടത്തുന്നില്ല, ഞങ്ങൾക്ക് അങ്ങനെ ചുമ്മാ ഇരിക്കാൻ കഴിയില്ല. അതാണ് വലിയ ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. ഇനി മന്ത്രി അടക്കമുള്ള ആളുകളുടെ ധാരണ എന്താണ്, ആത്മവിശ്വാസം എന്താണ്? ഞങ്ങൾ ആരും വീട്ടിലേക്ക് സമരത്തിന് പോകില്ല. സമരം നടത്തിയാൽ അല്ലെങ്കിൽ ബാരിക്കേഡ് പിടിക്കുന്നു, അത് കഴിഞ്ഞ് സമരം പിരിച്ചു വിടുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസം ധാരണയുമാണല്ലോ. അങ്ങനെ വേണ്ട. ഇതുപോലെ ഇത്രയും വലിയ നീതി നിഷേധം നടന്നാൽ ഏതറ്റം വരെയും സമരത്തിന് പോകാൻ ഞങ്ങൾ തയ്യാറാണ്, ഇനിയും ചെയ്യും. അതിലൊന്നും വേറെ ഒരു തർക്കവുമില്ല. ഇനി പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് വീടുകളിൽ കയറി, ഏതെങ്കിലും വ്യക്തിപരമായിട്ടുള്ള വീടുകളിൽ കയറി സമരം ചെയ്യാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നതല്ല. പക്ഷേ ഇത്രയും വലിയ ഗുരുതര വീഴ്ച നടക്കുമ്പോൾ എങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ശരി, വളരെയധികം നന്ദി ശ്രീ നേമം ഷജീർ, PS സഞ്ജീവ് SFI സംസ്ഥാന സെക്രട്ടറി. ഒപ്പം നേരത്തെ നമ്മോട് പ്രതികരിച്ച ഡോക്ടർമാരുടെ സംഘടനാ നേതാവ് റോസ്ന ബീഗം. വളരെയധികം നന്ദി.